RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കർണാടക സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ സ്ഥലങ്ങളിൽ RSS പരിപാടികൾ നടത്താൻ മുൻകൂർ അനുമതി വാങ്ങണം എന്ന ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കർണാടക ഹൈക്കോടതിയുടെ ധർവാദ് ബെഞ്ചിന്റേതാണ് നടപടി. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? പ്രിയങ്ക ഖാർഗെ, അതായത് മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ, ആ ലേബലിലാണ് പ്രിയങ്ക ഖാർഗെയ്ക്ക് കർണാടകയിൽ MLA സീറ്റ് കിട്ടിയതും മത്സരിച്ച് മന്ത്രിയായതും. ആ ലേബലിൽ കയറിയ പ്രിയങ്ക ഖാർഗെയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയ്ക്ക് ആ പാർട്ടിയിൽ തന്നെ നിലനിൽപ്പ് പ്രതിസന്ധിയിൽ ആയി വരികയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. രണ്ടുപേരും ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു പൊതുസ്ഥലങ്ങളിൽ RSSന്റെ പ്രവർത്തനത്തിന് വിലക്കേർപ്പെടുത്തുക എന്നുള്ളത്. ആ ലക്ഷ്യത്തോടു കൂടി പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങണം എന്നൊരു നിർദ്ദേശം വന്നു. അത് നിയമമാക്കി ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തു കർണാടക സർക്കാർ. അതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ധർവാഡ് ബെഞ്ച് അത് സ്റ്റേ ചെയ്തിട്ടുള്ളത്. സ്വകാര്യ സംഘടനകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്താൻ മുൻകൂർ അനുമതി വാങ്ങണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് ഈ ഇടക്കാല ഉത്തരവ്. കേസ് വിശദവാദത്തിനായി നവംബർ 17 മാറ്റിവെച്ചിട്ടുമുണ്ട്. RSS പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം നടന്നത് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതിൽ ചില പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് RSS പ്രവർത്തനങ്ങളെ മാത്രമായി എങ്ങനെ നിയന്ത്രിക്കും? ഈ പൊതുസ്ഥലങ്ങളിൽ നമാസ് അടക്കം ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, അതിനെയും നിരോധിക്കുമോ എന്ന ചോദ്യമടക്കം ഉയർന്നു വന്നിരുന്നു. എന്തായാലും കോടതി സിദ്ധരാമയ്യയ്ക്കും മല്ലികാർജുൻ ഖാർഗെയുടെ മകനും തടയിട്ടിരിക്കുന്നു. തൽക്കാലം RSSനെ നിരോധിക്കൽ മനസ്സിലൊതുക്കാം. RSSന്റെ പ്രവർത്തനം കർണാടകയിൽ പൊതുസ്ഥലത്തും തുടരും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.